കോഴിക്കോട് പാളയത്തെ ബിജുവിന്റെ കൊലപാതകത്തിൽ കേസ് അന്വേഷണത്തിന് പ്രത്യേക സംഘം. പ്രതിയെക്കുറിച്ച് ചില സൂചനകൾ ലഭിച്ചെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. കൊലയ്ക്ക് പിന്നിൽ ലഹരി മാഫിയ അല്ലെന്നും പോലീസ് കണ്ടെത്തലുണ്ട്. കൊല്ലപ്പെട്ട ബിജുവിന്റെ ശരീരത്തിൽ 45 മുറിവുകളുണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. കഴുത്തിന്റെ മുൻപിലും പിൻഭാഗത്തും 18 കുത്തുകളുണ്ട്. തലയ്ക്ക് പുറകുവശത്തെ ക്ഷതവും കഴുത്തിനേറ്റ ആഴത്തിലുള്ള മുറിവുമാണ് മരണകാരണം. ബലപ്രയോഗം നടന്നതിന്റെ മുറിവുകളും കയ്യിലുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീൽ പോലുള്ള ഉപകരണം കൊണ്ടാണ് കൊലപാതകം നടത്തിയിരിക്കുന്നതെന്നുള്ളതാണ് നിഗമനം. ഇന്നലെ പുലർച്ചെ 3 മണിയോടെയാണ് പാളയത്തെ ഒറ്റമുറി വീട്ടിൽ ബിജുവിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകത്തിന് പുറകിൽ ലഹരി സംഘമാണെന്ന കുടുംബത്തിന്റെ ആരോപണം തള്ളുകയാണ് പോലീസ് കമ്മീഷണർ. പ്രതികളെക്കുറിച്ച് ചില സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായും കമ്മീഷണർ പറഞ്ഞു. ഞങ്ങൾക്ക് ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. ആ സൂചനകൾ ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. ലഹരി മാഫിയയെ പറ്റി പോലീസിന് വിവരം തന്നിട്ടാണ് ഇത് സംഭവിച്ചതെന്നത് തികച്ചും ശരിയല്ലാത്തൊരു കാര്യമാണ്. ചെറിയ ചെറിയ സൂചനകളുണ്ട്. ആ സൂചനകളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പാളയം പച്ചക്കറി മാർക്കറ്റിലേതുൾപ്പെടെ സമീപത്തെ മുഴുവൻ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അന്വേഷണത്തിനായി ടൗൺ SP-യുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളല്ല കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ.